ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഓണവും നബിദിനവും ഒന്നിച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇതാ എൻ്റെ ഇച്ച ഇന്ന് പള്ളിയിൽ രാവിലെ പോയിട്ട് മൗലൂദൊക്കെ കൂടിയിട്ട് അവിടുത്തെ പള്ളിയിലെ ചോറാണ് നമ്മളെ ചീരണി എന്ന് പറയും ഇവിടെ. അപ്പോൾ പള്ളിയിലെ ചോറ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് ഉണ്ടാക്കാൻ പറ്റിയേയില്ല. പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറിനോട് വല്ലാത്തൊരു ഇഷ്ടവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ചോറും ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ചായയും ഉണ്ടാക്കി കേട്ടോ. ബിരിയാണിയും ചായയും നല്ല കോമ്പിനേഷനാണല്ലോ. കുറച്ച് ഉമ്മാക്കൊക്കെ ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്, ചീരണിയല്ലേ. അപ്പോൾ ആ ഉമ്മാക്കും കൂടിയും കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇത്തിരി വിശപ്പ് തുടങ്ങി. അപ്പം ഞാൻ കുറച്ച് കേക്ക് അങ്ങോട്ട് എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഇത്തിരി പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഭയങ്കര തലവേദനയോട് കൂടിയിട്ടാണ് ഞാൻ എണീറ്റത്. എന്താണ് അറിയില്ല, ചില ദിവസങ്ങളിൽ എനിക്ക് ഇങ്ങനെയാണ്, ഉറക്കിലൂടെ തലവേദനയോട് കൂടിയാണ് എണീക്കാറ്. അപ്പോൾ ഇതാ കുറേ കഴിഞ്ഞപ്പോൾ മോന് വിശക്കാൻ തുടങ്ങി. എനിക്ക് മാഗി ഉണ്ടാക്കി താ ഉമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാഗി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാണ് കേട്ടോ. പിന്നെ ഇന്നലത്തെ ഓണസദ്യയൊക്കെ ഉണ്ടാക്കി കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ചൂടാക്കി രാത്രി ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാമല്ലോ അതിൻ്റെ കൂടെ. അപ്പോൾ അത് കളയണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചൂടാക്കി എടുത്തു. പിന്നെ ഇതാ മോന് മാഗി ഉണ്ടാക്കി കൊടുത്തു. മാഗിയിൽ വെള്ളമൊക്കെ ഡ്രൈ ആയിപ്പോയി. ഞാനത് ഓണാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോൾ അത് വെള്ളം അങ്ങ് വെറ്റിപ്പോയി. അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് കൊടുത്തു. അത് കണ്ടപ്പോൾ എൻ്റെ ഇച്ചാക്കും മാഗി വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും മാഗി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എല്ലാവരും ഇത്തിരി ബിരിയാണി കഴിച്ചുകൊണ്ട് എന്താ പറയുക, ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. അത് തികഞ്ഞില്ല. അപ്പോൾ ഉച്ചക്ക് നമ്മൾ ജുമാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇവിടുത്തെ മഹല്ല പള്ളിയിൽ ഉച്ചക്കത്തെ ചോറ് കൊടുത്തിട്ടുണ്ടായി. അത് ബീഫ് വരട്ടിയതും പിന്നെ നെയ്ച്ചോറാണ് കേട്ടോ. നമ്മളെ മഹലിലെ ചോറായിരുന്നു. അപ്പോൾ അത് കൂട്ടി ഇന്ന് ഉച്ചക്ക് കഴിച്ചു കേട്ടോ. ഇന്ന് നബിദിന ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഫുഡ് ഉണ്ടാക്കേണ്ട വന്നിട്ടില്ല. അപ്പോൾ രാവിലെ വേറെ പള്ളിയിൽ നിന്നും ഇത് മഹലിലെ പള്ളിയിൽ നിന്നൊക്കെ കിട്ടി. അങ്ങനെ ഒരു പിടി പിടിച്ചു കേട്ടോ. പള്ളിയിലെ ചോറ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനോട് ഭയങ്കര കൊതിയും കൂടിയാണ് കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.